തിരുവനന്തപുരത്ത് അപ്രതീക്ഷിത നീക്കവുമായി LDF സിനിമാ നടൻ സുധീർ കരമന LDF സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ. സ്വതന്ത്രനായാണ് സുധീർ കരമന തിരുവനന്തപുരത്ത് ജനവിധി തേടുക. UDF സ്ഥാനാർത്ഥി CMPയുടെ CP ജോൺ ആണ്. CP ജോണിനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു LDFന്. ഈ ഒരു നിമിഷം വരെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം LDF ക്യാമ്പിൽ നിന്ന്, ഇടതു ക്യാമ്പിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. സുധീർ കരമനയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സുധീർ കരമന എന്നൊരു പേരിലേക്ക് തിരുവനന്തപുരത്ത് LDF എത്തിച്ചേരുന്നത്. ലത്തീൻ സമുദായക്കാർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ലത്തീൻ സമുദായ വിഭാഗത്തിൽ നിന്ന് ഒരാളെ കണ്ടെത്തി അവിടെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നേരത്തെ CPM ലക്ഷ്യം വെച്ചത്. ആന്റണി രാജുവിന് അവിടെ മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലത്തീൻ സമുദായക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് സ്വീകാര്യനാകുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു CPIM അവിടെ ലക്ഷ്യം വെച്ചതും. ഇനി അഥവാ ലത്തീൻ സമുദായക്കാരിൽ നിന്ന് ഒരാളെ കിട്ടിയില്ലെങ്കിൽ പൊതുസമ്മതനായ ഒരാൾ തിരുവനന്തപുരത്ത് വരണം എന്നുള്ളത് തന്നെയായിരുന്നു ഘടകകക്ഷികളോട് CPM മുന്നോട്ട് വെച്ച നിർദ്ദേശവും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് CPMന് സമ്മതനായിട്ടുള്ള സുധീർ കരമനയെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി AKG സെന്ററിൽ നിന്ന് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതാണ്. സൈഫ് സൈനലബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൈഫ്, സുധീർ കരമന ഉറപ്പിക്കാമോ? സുധീർ കരമനയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ആ പേര് വിനിഷ. അതിനകത്തൊരു ഔദ്യോഗിക പ്രഖ്യാപനം നമുക്ക് LDFന്റെ കൺവീനറുടെ ഭാഗത്ത് നിന്ന് AKG സെന്ററിൽ നിന്ന് വരേണ്ടതാണ്. നമ്മൾ AKG സെന്ററുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനകത്ത് ഒരു അന്തിമഘട്ടത്തിലേക്ക് അതിന്റെ ചർച്ചകൾ എത്തിച്ചേരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. ഇതൊരു വലിയ പ്രതിസന്ധിയായി നിന്ന സീറ്റാണ്. ഇതേപോലെ 4 ഇടങ്ങളിൽ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. 4 മണ്ഡലങ്ങളിലാണ് ഇടതുമുന്നണി ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. നോമിനേഷൻ നൽകാനാണെങ്കിൽ 2 പ്രവൃത്തി ദിവസം മാത്രമാണുള്ളത്, നാളെയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും. അതുകൊണ്ട് സ്ഥാനാർത്ഥി ഇന്ന് പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാകാൻ കഴിയുകയുള്ളൂ. 2 സീറ്റുകൾ സിറ്റിംഗ് സീറ്റുകളാണ്. ഒന്ന് തിരുവനന്തപുരം സെൻട്രലും താനൂരും. തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ആന്റണി രാജു മത്സരിച്ച് ജയിച്ച് മന്ത്രിയായ സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ കേസ് അനുകൂലമായ വിധി വന്നിരുന്നെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രചരണം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് വിധി അനുകൂലമായി വന്നില്ല. 2 ദിവസം മുമ്പ് A വിജയരാഘവനുമായി ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചർച്ച നടത്തിയെങ്കിലും അതിനകത്തൊരു പൂർണ്ണ തൃപ്തി CPM നേതൃത്വം രേഖപ്പെടുത്തിയില്ല. ചില ആൾക്കാരുടെ പേര് അവർ മുന്നോട്ട് വെച്ചെങ്കിലും പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ CPMന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചാണ് സുധീർ കരമന എന്ന പേരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം എത്തിച്ചേരാനുള്ള കാര്യം, അദ്ദേഹം ഇടത് കേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്, നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്, ഇടതുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ആളാണ്, ഇടത് ആശയത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ആളാണ്. അധ്യാപകനായിരുന്നു. ഇപ്പോൾ VRS എടുത്ത് അദ്ദേഹം സിനിമയിൽ സജീവമായി ഇടപെടുകയാണ്. എന്നിരുന്നാലും ഇടത് കേന്ദ്രങ്ങളിൽ നാടകം, മറ്റ് സാംസ്കാരിക പരിപാടികളിലൊക്കെ സജീവമായി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് സുധീർ കരമന എന്ന പേരിലേക്ക് ഇടത് നേതൃത്വം എത്തിച്ചേരുന്നത്. അത് അന്തിമഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇന്ന് രാവിലെയുമായി അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. നേതാക്കളുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. ആദ്യം പൂർണ്ണ സമ്മതം അദ്ദേഹം മൂളിയില്ല. പിന്നീട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരോട് സംസാരിച്ച ശേഷമാണ് ഏകദേശം ഒരു സമ്മതം മൂളിയിരിക്കുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാതെ സുധീർ കരമന എന്ന പേര് നൽകാൻ വേണ്ടി കുറച്ച് സമയം കൂടി കാത്തിരിക്കണം. എന്തായാലും അദ്ദേഹം തന്നെ ആകാനുള്ള സാധ്യതയാണ് നിലവിൽ നമ്മൾ കാണുന്നത് വിനിഷ. സുധീർ കരമന തിരുവനന്തപുരത്തിന് വളരെ സർവ്വസമ്മതനായ ഒരാളാണ്. പൊതുസമ്മതി ഏറെ ഉള്ള ആളുകൂടിയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPMന്റെ, വിശിഷ്യ CPMന്റെ എല്ലാവിധ പരിപാടികളിലും പങ്കെടുക്കുന്ന ആളുകൂടിയാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനാകട്ടെ ഇടതുപക്ഷ കാൻഡിഡേറ്റുകൾക്ക് വേണ്ടി എല്ലാ വാർഡുകളിലും എത്തിയ ഒരാൾ കൂടിയായിരുന്നു സുധീർ കരമന. അപ്പോൾ അത്തരത്തിൽ CPMന് വളരെ സമ്മതനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കായിരിക്കണം സുധീർ കരമനയെ CPM മുന്നോട്ട് വെക്കുന്നതും ആലോചിക്കുന്നതും. അതെ, തീർച്ചയായിട്ടും അക്കാര്യത്തിൽ സംശയമില്ല. കാരണം CPMന്റെ തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കന്മാരുമായും സംസ്ഥാന നേതാക്കന്മാരും എല്ലാം അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നയാളാണ് സുധീർ കരമന. ഇപ്പോൾ വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം സജീവമായിരുന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം, വാർഡുകളിലെല്ലാം അദ്ദേഹം പ്രചരണത്തിന് വേണ്ടി പോയിരുന്നു. ഇടത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. അതിന് കാലങ്ങളായിട്ട് അദ്ദേഹം ഇടതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അച്ഛനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയെ, മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുണ്ടെങ്കിൽ അത് ലത്തീൻ വോട്ട് കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരാൾ വേണം എന്ന നിർദ്ദേശം CPM നേതൃത്വം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ചർച്ചകളുണ്ടായി. ഈ സുരേന്ദ്രൻപിള്ളയുടെ പേര് ഒരു ഘട്ടത്തിൽ പരിഗണിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് തന്നെ KC ജോസഫിന്റെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നു. അതിനൊപ്പമാണ് സുധീർ കരമനയുടെ പേര് കൂടി വന്നത്. ഈ പേരുകളിൽ
കൂടുതൽ CPM താല്പര്യം പ്രകടിപ്പിച്ചത് സുധീർ കരമന എന്ന ആളോടാണ്. അതുകൊണ്ടാണ് അതൊരു അന്തിമഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്ന് വേണം ഇതിനെക്കുറിച്ച് പറയാൻ. കാരണം ഇന്ന് രാവിലെ വരെ ഈ ചിത്രത്തിൽ സുധീർ കരമന ഇല്ലായിരുന്നു. ഇന്ന് രാവിലെയോട് കൂടിയാണ് അദ്ദേഹം ചിത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. UDF ആണെങ്കിൽ അത് ഘടകകക്ഷി CP ജോണിന് നൽകിയിരിക്കുകയാണ്. CP ജോൺ പ്രചരണം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 4-5 ദിവസം കഴിയുന്നു. കഴിഞ്ഞ തവണ വരെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അപ്പോഴും ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി ഇത് പറയാനുള്ള കാരണം ശ്രീശാന്ത് ഒരു രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളായിരുന്നില്ല. ക്രിക്കറ്റ് താരം ശ്രീശാന്ത് അദ്ദേഹം ഇവിടെ മത്സരിച്ച് ഏതാണ്ട് ഒരു 38,000 പേരെ വോട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുണ്ട്. അത് BJPക്ക് ഇവിടെ അടിത്തറയുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇടത് സ്വതന്ത്രൻ എന്ന നിലയിൽ സുധീർ കരമന എത്തിച്ചേരുന്നത്. അതും ശക്തമായ പോരാട്ടം നടക്കുന്ന സിറ്റിംഗ് MLA ഇരിക്കുന്ന സ്ഥലം. ആ സീറ്റ് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ഇടപെടലുകൾ നടത്താൻ വേണ്ടി CPM നേതൃത്വം തയ്യാറായതിന്റെ ഭാഗമാണ് ഈ പേര്. അതിനകത്ത് ആ പേര് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം എന്ന രീതിയിലെത്തി. AKG സെന്ററിലാണെങ്കിൽ നേതാക്കന്മാരാരുമില്ല, അവരവരെല്ലാം മണ്ഡലങ്ങളിൽ പോയിരിക്കുകയാണ്. ഈ ഗോവിന്ദമാഷ് അടക്കമുള്ളവർ അടുത്ത ദിവസങ്ങളിൽ തിരികെ എത്തുകയുള്ളൂ. എന്തായാലും ഇതൊരു അന്തിമ ചിത്രത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിനകത്ത് ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. ബിനിഷ.